ഈ ബജറ്റിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു ചർച്ചയുമില്ലാതെ, പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ മന്ത്രിസഭയിലോ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രി രണ്ട് കാര്യങ്ങൾ സ്വയം പ്രഖ്യാപിച്ചു. ഒന്ന് ഈ മദ്യനയത്തിന്റെ കാര്യത്തിലാണ്, മറ്റൊന്ന് മിനറൽസിന്റെ കാര്യത്തിലാണ്, കരിമണൽ ഖനനം പോലുള്ള കാര്യങ്ങളിൽ. ഇപ്പോഴാണ് ജനങ്ങൾക്കൊരു സംശയം, എന്തിനായിരുന്നു ഈ ദുരൂഹമായ മംഗലാപുരം യാത്രയും കർണാടകയിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകളും? LDF ഗവൺമെന്റ് ഇഷ്ടം പോലെ ബാറുകൾ അനുവദിച്ചപ്പോൾ, ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്തപ്പോൾ ശക്തമായ വാചക കസരത്ത് നടത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം, ചെറിയ കാര്യമല്ല ഇത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുക എന്നുള്ള, അത് സുലഭമായി ലഭ്യമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നയവ്യതിയാനം വരുത്തുമ്പോൾ ഒരാളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട്. അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. VD സതീശന്റെ പഴയ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ. നമസ്കാരം. UDF സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരികയാണ് BJP. അതായത് BJPയുടെ അഭിപ്രായത്തിൽ മുൻ LDF സർക്കാരിന്റെ മദ്യനയത്തെ UDF ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം VD സതീശൻ സർക്കാർ ടേൺ അടിക്കുകയാണ് എന്നാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത്. മാത്രമല്ല, മുഖ്യമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എക്സൈസ് മന്ത്രിയെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു. മുന്നണിയെയും അതുപോലെ തന്നെ പാർട്ടിയെയും വിശ്വാസത്തിലെടുത്തില്ല. സതീശന്റെ മംഗലാപുരം യാത്രയിൽ വൻ ദുരൂഹതയുണ്ട്. മാത്രമല്ല, കർണാടകയിലെയും അതുപോലെ തന്നെ തെലങ്കാനയിലെയും ചില കമ്പനികളാണ് കേരളത്തിൽ മദ്യരംഗത്തും അതുപോലെ തന്നെ മിനറൽസിന്റെ രംഗത്തും ഇടപെടാൻ ശ്രമിക്കുന്നതുമെന്ന ഗുരുതരമായ ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. പുതിയ സർക്കാരിന്റെ മദ്യനയം വലിയ തോതിലുള്ള അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ട് അതിവേഗത്തിൽ തീർപ്പാക്കിയ ഒരു നടപടിയാണ്. ദൂരവ്യാപകമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് സുലഭമായി നാട്ടിൽ കിട്ടുമ്പോൾ അതിന് വലിയൊരു സാമൂഹ്യ പ്രത്യാഘാതമുണ്ട്. കൗമാരപ്രായക്കാർ, സ്ത്രീകൾ, അങ്ങനെ പല ആളുകൾക്കും, പല വിഭാഗത്തിനും ഇപ്പോൾ തന്നെ കേരളത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. കൂടുതൽ കൗമാരപ്രായക്കാരെയും സ്ത്രീകളെയും അടക്കം മദ്യാസക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു സാമൂഹ്യ പ്രത്യാഘാതം ഈ ദുരൂഹമായ നടപടി വിളിച്ചു വരുത്തുന്നുണ്ട്. അതേസമയം ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. മിസൈൽ വേഗത്തിലാണ് ഈ ഫയൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തീർപ്പാക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം ഫയൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്നു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട മദ്യ കമ്പനി അവരുടെ അപേക്ഷയുടെ ഫയൽ തീർപ്പാക്കാൻ ഒരു ചർച്ചയും ഉണ്ടായില്ല. മദ്യനയം പോലെ വിശദമായ ചർച്ച ആവശ്യമുള്ള ഒരു പ്രശ്നത്തിൽ മുഖ്യമന്ത്രി മാത്രം ഒറ്റയ്ക്ക്, മറ്റാരുമില്ലാതെ ഫയൽ തീർപ്പാക്കുന്നു. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇന്ദിരാ മുഖ്യമന്ത്രി പറഞ്ഞത് പല കാര്യങ്ങളും ചർച്ച വേണമെന്നാണ്. കോളേജ് പെൺകുട്ടികൾക്ക് 1000 ഉറുപ്പ്യ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചർച്ച വേണമെന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് 1500 ഉറുപ്പ്യ മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടരണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച വേണമെന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കുന്നതിനെ കുറിച്ച് വിശദമായ ചർച്ച വേണമെന്ന് പറഞ്ഞു. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി വിശദമായ ചർച്ചയോടെ അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ, സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പാക്കാൻ വിശദമായ ചർച്ച വേണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മദ്യനയം പോലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിൽ എന്തിനാണ് അടിയന്തരമായിട്ട് തീരുമാനമെടുത്തത്? ദുരൂഹമാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ ഈ നടപടി. ഈ ബജറ്റിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു ചർച്ചയുമില്ലാതെ, പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ
മന്ത്രിസഭയിലോ ഒരു ചർച്ചയും ഇല്ലാതെ മുഖ്യമന്ത്രി രണ്ട് കാര്യങ്ങൾ സ്വയം പ്രഖ്യാപിച്ചു. ഒന്ന് ഈ മദ്യനയത്തിന്റെ കാര്യത്തിലാണ്, മറ്റൊന്ന് മിനറൽസിന്റെ കാര്യത്തിലാണ്, കരിമണൽ ഖനനം പോലുള്ള കാര്യങ്ങളിൽ. ഇപ്പോഴാണ് ജനങ്ങൾക്കൊരു സംശയം, എന്തിനായിരുന്നു ഈ ദുരൂഹമായ മംഗലാപുരം യാത്രയും കർണാടകയിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകളും? കർണാടക കേന്ദ്രീകരിച്ചുള്ള മദ്യ ലോബിയും തെലങ്കാന കേന്ദ്രീകരിച്ചുള്ള മിനറൽസിന്റെ ലോബിയും മുഖ്യമന്ത്രിയുമായി ചേർന്ന് വല്ല ധാരണയിലും എത്തിയിട്ടുണ്ടോ? ഈ സംശയം ആളുകൾക്കുണ്ട്. മദ്യനയത്തിൽ ഒരു വ്യതിയാനം വരുമ്പോ, വീര്യം കുറഞ്ഞ മദ്യം ടാക്സ് കുറച്ച് സുലഭമായി എത്തിക്കുക എന്നുള്ള ഒരു നയപരമായ വ്യതിയാനം വരുത്തുമ്പോ എക്സൈസ് മന്ത്രി എന്തിനാണ് ഇരുട്ടിൽ നിർത്തിയത്? KPCC പ്രസിഡന്റിനോടോ ആഭ്യന്തരമന്ത്രിയോടോ മന്ത്രിസഭയിലെ മറ്റ് നേതാക്കളോടോ ഹൈക്കമാൻഡിനോടോ ഒന്നും ചോദിച്ചില്ല, അവിടെ ഇരിക്കട്ടെ. മദ്യനയത്തിൽ അന്തിമമായി സംസാരിക്കേണ്ട, തീർപ്പ് പറയേണ്ട എക്സൈസ് മന്ത്രി അറിയാതെ എന്തിനാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? എക്സൈസ് മന്ത്രി അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും തടസ്സം ഇതിനുണ്ടാവുമായിരുന്നു? എക്സൈസ് വകുപ്പിനെ, എക്സൈസ് മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു നയപരമായ തീരുമാനം, അതും ഒരു യൂട്ടേൺ ആണ്. LDF മദ്യം സുലഭമാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ സമരം നടത്തിയ ആളാണ്, പ്രതിഷേധം പറഞ്ഞ ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. LDF ഗവൺമെന്റ് ഇഷ്ടം പോലെ ബാറുകൾ അനുവദിച്ചപ്പോ, ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്തപ്പോ ശക്തമായ വാചക കസരത്ത് നടത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം, ചെറിയ കാര്യമല്ല ഇത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുക എന്നുള്ള, അത് സുലഭമായി ലഭ്യമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നയവ്യതിയാനം വരുത്തുമ്പോൾ ഒരാളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട്. അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. VD സതീശന്റെ പഴയ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ സംശയം വളരെ ശക്തമാണ്. VM സുധീരനെ പോലുള്ള പൊളിറ്റിക്കൽ മെന്റേഴ്സ് ഉണ്ടല്ലോ ഇയാളുടെ, മുഖ്യമന്ത്രിയാക്കാൻ ഓടി നടന്ന VM സുധീരന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ആഭ്യന്തര മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിന്റെ രഹസ്യം സൂക്ഷിക്കാനാണ്. ആരെയാണ് കബളിപ്പിക്കുന്നത്? വളരെ വിശദമായി ഇതിനകത്ത് അന്വേഷണം ആവശ്യമുണ്ട്. ഈ നടപടി എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയേണ്ട ആവശ്യമുണ്ട്. മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തിയത് UDF അറിഞ്ഞിട്ടാണോ? മുസ്ലിം ലീഗിനും UDF-ലെ ഘടകകക്ഷികൾക്കും ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ അഹോരാത്രം പരിശ്രമിച്ച മതസാമുദായിക സംഘടനകളുടെ നിലപാട് എന്താണ്? UDF-ലെ ഘടകകക്ഷികളായിട്ട് ലീഗിന്റെ അടക്കമുള്ള നിലപാട് എന്താണ്? സത്യത്തിൽ VD സതീശൻ UDF-നെ ഒരു യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാത്തിലും യൂട്ടേൺ ആണ്. LDF ഗവൺമെന്റിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ അവർ വിമർശിച്ചിട്ടുണ്ടോ അതിലെല്ലാം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ല, ഇപ്പൊ ഒരു യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി UDF മാറ്റിയിരിക്കുകയാണ് VD സതീശൻ. അഴിമതി ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കർണാടകയും തെലങ്കാനയുമായിട്ടുള്ള ദുരൂഹമായ ബന്ധങ്ങൾ ഇക്കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലാണ്. ഇങ്ങനെ ഒരു നയം മാറ്റം മുഖ്യമന്ത്രി VD സതീശൻ മാത്രം അറിഞ്ഞുകൊണ്ട് എന്തിനു നടത്തി? ചോദ്യം വളരെ പ്രസക്തമാണ്. 4 ദിവസം കൊണ്ട് ഒരു ഫയൽ തീർപ്പാക്കുന്നു. വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാൻ, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ സഹായിക്കാനാണോ? അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. ഈ മദ്യനയം തുടരാനാണ് തീരുമാനമെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും മറ്റ് ആധ്യാത്മിക സംഘടനകളും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതല്ല ഞാൻ പറഞ്ഞത്, ഈ 2 വിഷയങ്ങളിൽ വളരെ ധൃതി പിടിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയും ബജറ്റിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയാണ്. കരിമണലുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും അതിന് തൊട്ടു മുമ്പുള്ള ഗവൺമെന്റിന്റെ കാലത്തും കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച്
അതിലൂടെ നേട്ടമുണ്ടാക്കിയ LDF-ഉം UDF-ഉം. അതിപ്പോ PD സതീശൻ സ്വന്തമായി ആ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. മദ്യനയത്തിന്റെ കാര്യത്തിലും അഴിമതി തന്നെയാണ് ലക്ഷ്യം. ഈ രണ്ട് വിഷയത്തിലും അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദുരൂഹമായ നടപടികളിലൂടെ ഈ രണ്ട് വിഷയത്തിലും സർക്കാർ തീരുമാനമെടുത്തത്. എവിടെയും ചർച്ച നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുമ്പോൾ അത് ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? വസ്തുതാപരമല്ലേ? ഇത്ര പെട്ടെന്നൊരു ഫയൽ എങ്ങനെ തീർപ്പാവുന്നു? ഒരു മദ്യ കമ്പനിയുടെ അപേക്ഷ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തീർപ്പാവുന്നത്? ഇങ്ങനെ ഒരു നയപരമായ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം ആരുമായിട്ട് ചർച്ച ചെയ്യാതെ എടുത്തത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഈ നയം കൊണ്ടുവന്നത് LDF സർക്കാരാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അതിനൊരു നികുതി നിശ്ചയിച്ചതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതൊരു യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അന്ന് വലിയ വർത്തമാനം പറഞ്ഞ ആളാണല്ലോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള്. പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും എന്തെല്ലാം വാചാടാപങ്ങൾ നടത്തി. ഇപ്പൊ അതിന് നയപരമായ അംഗീകാരം കൊടുത്തിരിക്കുകയല്ലേ. ടാക്സ് കുറച്ച് ഇഷ്ടം പോലെ നിങ്ങൾ വിതരണം ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ഈ നാട്ടിലെ കുട്ടികളെ മുഴുവൻ കുടിപ്പിക്കാനുള്ള ശ്രമമല്ലേ? അത് കോൺഗ്രസിന്റെ നയമാണോ? UDF-ന്റെ നയമാണോ? കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ജിഫ്രി തങ്ങളും കാന്തപുരം ഒക്കെ ഇതിനെ പറ്റി അഭിപ്രായം പറയണ്ടേ? ഇവിടുത്തെ ആധ്യാത്മിക മതസംഘടനകൾക്ക് അഭിപ്രായമില്ലേ? മദ്യനിരോധന പ്രസ്ഥാനങ്ങളിൽ ഇതിന്റെ ചാമ്പ്യനായിരുന്നില്ല ശ്രീ VM സുധീരൻ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മദ്യനയത്തിനെതിരെ ശക്തമായി സംസാരിച്ച ആളല്ലേ VM സുധീരൻ? എന്താ മിണ്ടാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ജനങ്ങളുടെ. കത്ത് നൽകിയോണ്ട് കാര്യമല്ല, ഈ നയം തിരുത്തും. അത് ബജറ്റ് പറഞ്ഞ കാര്യമല്ല. ഓക്കെ, പ്രധാനമന്ത്രി ലെവലിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? അല്ല, അതെ, അതൊക്കെ തീരുമാനിക്കേണ്ടവരോടല്ലേ ചോദിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഞങ്ങളോട് എന്ത് ചോദിക്കണം? ഇവിടെ ഇരുന്ന് ഞങ്ങൾ എന്ത് പറയാൻ?